അതുകൊണ്ട് നമുക്ക് യദു അവധൂത സംവാദമാണ് നമുക്ക് ഇന്നത്തെ വിഷയമായിട്ട് ലഭിച്ചിരിക്കുന്നത്. അതിൽ 24 ഗുരുക്കന്മാരിൽ ആദ്യത്തെ 8 ഗുരുക്കന്മാരെക്കുറിച്ചാണ് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടും ഉള്ളത്. സൃഷ്ടിക്രമം പറഞ്ഞു വേണം ശരിക്കും ഇവിടെ നിന്ന് 24 തത്വങ്ങൾ കിട്ടാനായിട്ട്. നമുക്ക് ആ സൃഷ്ടിക്രമം ഞാൻ പറയാമെന്ന് വിചാരിച്ചതുപോലെ പറയുന്നില്ല. സൃഷ്ടിക്രമം വരുന്ന സമയത്ത് അതിൽ ആദ്യം തന്നെ മഹത്തത്വമുണ്ടായി, മഹത്വത്തിൽ നിന്നും അഹന്തത്വമുണ്ടായി, അഹന്തത്വത്തിൽ നിന്നും സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം ഇവ ഉണ്ടായി. സത്വഗുണത്തിൽ നിന്നാണ് മനസ്സ് ഉണ്ടായിരിക്കുന്നത്, അഥവാ അന്ധക്കരണം ഉണ്ടായിരിക്കുന്നത്. തമോ ഗുണത്തിൽ നിന്നാണ് പഞ്ചഭൂതങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ചുരുക്കിയേ പറയുന്നുള്ളൂ പഞ്ചഭൂതം ഉണ്ടായിട്ടുള്ളത്. ഈ പഞ്ചഭൂതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവിടെ തന്മാത്രകൾ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. ഈ തന്മാത്രകളാണ് ക്രമേണ വികാരം വന്ന് അതിനുശേഷം പഞ്ചഭൂതങ്ങളായിട്ട് തീരുന്നത്. ഈ പഞ്ചഭൂതങ്ങളാവുമ്പോഴത്തേക്കും ഇതിനെ തമോ ഗുണത്തിൽ നിന്നും ഉണ്ടായി എന്ന് പറയുന്നു പഞ്ചഭൂതങ്ങൾ. അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളുടെ പകുതി ഭാഗം സമഷ്ടിയിലേക്കും ബാക്കി പകുതി ഭാഗം വെഷ്ടിയിലേക്കും, അതായത് നമ്മളിൽ ഓരോരുത്തരിലേക്കും പകുത്ത് മാറ്റുന്നു. അങ്ങനെ വരുമ്പോൾ തമോ ഗുണത്തിൻ്റെ 1/4 ഭാഗം കൊണ്ടാണ് പഞ്ചീകൃത പഞ്ചഭൂതമായിട്ട് നമ്മുടെ സൃഷ്ടി ഉണ്ടായിരിക്കുന്നത്. സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് മനുഷ്യ സൃഷ്ടി. ബ്രഹ്മദേവൻ 10 തരത്തിലുള്ള സൃഷ്ടി ചെയ്തിട്ടും തൃപ്തി വരാതെ കണ്ട് അവസാനം തൻ്റെ തന്നെ രൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ആ മനുഷ്യ സൃഷ്ടിയാണെങ്കിലോ ഈ 3 ത്രിഗുണങ്ങളില്ലാത്തതായ ഒരു ജീവജാലവുമില്ല. ഇപ്പം നമ്മളെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമോ ഗുണത്തിന് പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ടാണ് പിന്നെ പ്രത്യേകതയുള്ളത്? മനുഷ്യജന്മത്തിന് വിശേഷ ബുദ്ധി കൊടുത്തിരിക്കുന്നു, വിവേകം കൊടുത്തിരിക്കുന്നു, അന്വേഷണത്തിനുള്ള ആ ത്വര നമ്മളിൽ ഉണ്ടാക്കിയിട്ട് ഭഗവാൻ അന്തര്യാമിയായി എന്നെ കണ്ടുപിടിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് ഒളിച്ചിരിക്കുകയാണ് ഉള്ളിൽ. അപ്പം നമുക്ക് അതിനുള്ള കഴിവ് തന്നിട്ടുണ്ട്. നാം തേടം. കസ്തൂരി മാനിനെ പോലെ കസ്തൂരി മാനിൻ്റെ ഉള്ളിൽ നിന്നും കസ്തൂരി ഗന്ധം വരുമ്പോൾ ഇത് എവിടെ നിന്ന് വരുന്നു എന്നറിയാതെ കസ്തൂരിമാൻ വനം മുഴുവനും ചുറ്റിക്കറങ്ങി അലഞ്ഞ് തിരിഞ്ഞ് അവസാനം കുഴഞ്ഞു വീണ് മരിക്കുന്നത് പോലെ മനുഷ്യനാകാൻ പാടില്ല. നമ്മുടെ അന്തര്യാമിയായ ആ ഭഗവാനെ നമുക്ക് അറിയാൻ സാധിക്കണം. അതിനുള്ള കഴിവ് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോർമ അമൃതം ഗമയ. ഇത് മനുഷ്യനെ സാധിക്കുകയുള്ളൂ. ആ തമസിനെ അസത്തിൽ നിന്നും സത്തിലേക്കും, ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കും, മൃത്യുവിൽ നിന്നും അമൃതത്തിലേക്കും നീങ്ങാൻ മനുഷ്യന് മാത്രമേ സാധിക്കുകയുള്ളൂ. അവിടെ അമൃതത്തിലേക്കെന്ന് പറയുമ്പോഴത്തേക്കും ജനഹൃദയങ്ങളിൽ ചരിത്രാവശേഷമായി ജീവിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. മഹാത്മാഗാന്ധിജി എടുത്താൽ മതി. ഗാന്ധിജി ഇന്നും എത്രയോ വർഷം കഴിഞ്ഞിട്ടും ജനഹൃദയങ്ങളിൽ ഹരിതഭൂമി പോലെ തന്നെ ഹരിതമായിട്ടിപ്പോഴും ജീവിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അതെങ്ങനെ സാധിച്ചു? ഈ ശ്രീമദ് ഭാഗവതമാണെങ്കിലും പുരാണമാണെങ്കിലും ഏതായിക്കഴിഞ്ഞാൽ ശരി, കഥകളിലൂടെ മനുഷ്യനെ ആകർഷിച്ചിട്ട് കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുട്ടികൾക്ക് പോലും അതാണ് താല്പര്യം. കുട്ടികളെ നമുക്ക് ആകർഷിക്കാൻ കഴിയുന്നതും പാട്ടുകളിലൂടെയും കഥകളിലൂടെയായിരിക്കും. അതിൽ ആകൃഷ്ടരായി വരുന്നവർക്ക് അതിനുശേഷം സുമംഗലയുടെ മിഠായി പൊതിക്ക് എല്ലാവരും കേട്ടാണ് അല്ലേ? ആ വർണ്ണക്കടലാസിൽ ആകർഷിച്ച് വന്നു കഴിഞ്ഞ് അവസാനം വർണ്ണക്കടലാസ് മാറ്റുമ്പോൾ മധുരം കിട്ടുന്നു. അത് പറഞ്ഞതുപോലെ നമുക്ക് അങ്ങനെ തേടാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഗാന്ധിജി എന്താണ് ചെയ്തത്? എങ്ങനെയാണ് ഇന്നും ജനഹൃദയങ്ങളിൽ ജീവിച്ചിരിക്കുന്നത്? കാലം ഏതുമായിക്കൊള്ളട്ടെ, രാഷ്ട്രീയം ഏതുമായിക്കൊള്ളട്ടെ, ഇന്ത്യ സ്വതന്ത്രമായ അന്നു മുതൽ ഇന്ന് വരെ മഹാത്മാഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവാണ്. അതിന് മാറ്റം ഉണ്ടാകണമെങ്കിൽ ഇനി വീണ്ടും നമ്മളുടെ ഭാരതം അന്യാധീനപ്പെട്ടു പോയി ആരെങ്കിലും വീണ്ടെടുക്കണം. അത് സംശയമുള്ള കാര്യമാണ്. അങ്ങനെ പോകാതിരിക്കട്ടെ, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ആ ഗാന്ധിജി എന്താ ചെയ്തത്? സത്യത്തെ ദൈവമായി കണ്ടു പൂജിച്ച പുരുഷോത്തമൻ, പങ്കം തീണ്ടാത്ത കർമ്മത്താൽ തങ്കം പോലെ തിളങ്ങിയവൻ, കുഞ്ഞുറുമ്പിനും ആപത്തു പറ്റിയാൽ കരയുന്നവൻ, കുരുന്നു നുള്ളുവാൻ പോലും കയ്യറയ്ക്കും ദയാമയൻ, സ്നേഹം ധർമ്മം സദാചാരം ഓരോന്നെന്തിനു ചൊല്ലു ഞാൻ, ഗുണമൊക്കെയും ഒന്നിച്ച ഗുരുവാണു മഹാത്മജി. വള്ളത്തോളിൻ്റെ വരികളാണ്. ഇത് കഥകളിൽ കൂടി ഉദാഹരണമെടുത്ത് പറയാൻ വിചാരിച്ചതാണ്. സമയമില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ചുരുക്കിയതാണ്. അപ്പോൾ ശ്രീമദ് ഭാഗവതത്തിൽ ആദ്യം തന്നെ പറയുന്നുണ്ട്, സച്ചിദാനന്ദരൂപായ
വിശ്വോത്പത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമാ. നമ്മുടെ ജീവിതത്തിൽ ആകെ മൂന്ന് ദുഃഖമേ നമുക്കുള്ളൂ. ഈ 3 ദുഃഖവും ഉന്മൂലനം ചെയ്ത് കളയാൻ ശ്രീമദ് ഭാഗവതം സഹായിക്കുന്നു. ആദി ദൈവികം, ആദി ഭൗതികം, ആധ്യാത്മികം 3 ദുഃഖമാണ് നോക്കുന്നത്. ഇന്ന് 3ഉം കൊടികുത്തി വാഴുകയാണ്. അങ്ങനെ പഞ്ചഭൂതാത്മകമായ ദുരിതങ്ങളിലൂടെ നാം ഇന്നത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൂടാതെ നാം കൊണ്ടുവന്നിട്ടുള്ളതായ പ്രാരാബ്ധ കർമ്മങ്ങളിലൂടെയും നാം അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ജന്മങ്ങളിൽ ശ്രേഷ്ഠം മനുഷ്യജന്മമാണ്. എപ്പോഴാണ് മനുഷ്യജന്മം കിട്ടുന്നത്? പാപവും പുണ്യവും എപ്പോഴാണോ തുല്യമാകുന്നത്. ഒരു ത്രാസ് വച്ചാൽ സൂചി നേരെ നിൽക്കണം. ഒരു തട്ടിൽ പാപവും ഒരു തട്ടിൽ പുണ്യവും നിൽക്കുമ്പോൾ മനുഷ്യജന്മം കിട്ടുന്നു. അപ്പം നമ്മളെല്ലാവരും ഇപ്പോൾ പുണ്യപാപ ചുമടുകളം ഇരുമുടിക്കെട്ടുമേന്തി ആ തത്വമസിയെ തേടി നമ്മൾ പുറപ്പെടുകയാണ്. നമുക്ക് ആ മനുഷ്യജന്മം ഏറ്റവും ശ്രേഷ്ഠമാണ്. ഇനി ഈ മനുഷ്യജന്മത്തിൽ നാം കൊണ്ടുവന്നതായ ആ പാപവും പുണ്യവും സുഖങ്ങളായിട്ടും ദുഃഖങ്ങളായിട്ടും രോഗങ്ങളായിട്ടും അഹങ്കാരമായിട്ടും എല്ലാം നമ്മൾ അനുഭവിച്ച് തന്നെ തീർത്തേ മതിയാവുകയുള്ളൂ. അതനുഭവിക്കാനുള്ള മനോബലം കിട്ടുന്നതിനും ആ ദുരിതത്തിൻ്റെ കാഠിന്യം കുറയുന്നതിനുമാണ് നാം സദാ നാമജപത്തിലൂടെ മുന്നോട്ട് നീങ്ങുന്നത്. അങ്ങനെ ആ നാമജപത്തിലൂടെ ശ്രവണം, കീർത്തനം, വിഷ്ണുസ്മരണം, അങ്ങനെ പടിപടിയായ ഭക്തിയിലൂടെ നീങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ദുരിതങ്ങൾക്ക് കുറച്ച് കുറവ് വരും. അഥവാ അത് സഹിക്കാനുള്ള മനോബലം നമുക്ക് ഉണ്ടാകും. അങ്ങനെ ആ താപത്രയത്തെ ഉന്മൂലനം ചെയ്യണം. പിന്നെയാണെങ്കിലോ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ ചെറിയ ചെറിയ ഉദാഹരണ കഥകളിലൂടെ ഊട്ടി ഉറപ്പിക്കുകയാണ് ഭാഗവതം ചെയ്യുന്നത്. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാനും ഭക്തിയും തമ്മിലുള്ള അകലമാണത് കാണിക്കുന്നത്. ഭക്തന് ഭഗവാനിലേക്ക് എത്തിച്ചേരാനുള്ള നേർമാർഗത്തിൻ്റെ ദൂരമാണത് കാണിക്കുന്നത്. അപ്പോൾ ഭക്തിയുടെ പടികൾ ഓരോ നാമജപം മുതൽ കഴിഞ്ഞ് അവിടെ പ്രാകൃത ഭക്തി, മധ്യമഭക്തി, ഉത്തമഭക്തി, നാരദഭക്തി സൂത്രം 2ാം സ്കന്ധത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ആ ഭക്തി മാർഗത്തിലൂടെ നാം നാമം ജപിച്ച് വ്രതാനുഷ്ഠാനങ്ങളിലൂടെ സത്സംഗങ്ങളിൽ പങ്കെടുത്ത് തീർത്ഥാടനത്തിലൂടെ സാത്വികമായ ആഹാരം കഴിച്ച് വ്രതാനുഷ്ഠാനങ്ങളിലൂടെ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഭക്തിയുടെ തലം വർദ്ധിക്കുകയും ഭഗവാനോട് നാം അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. സാമീപ്യമുക്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഭാഗ്യവന്മാരും ഭാഗ്യവതികളുമാണ് നമ്മൾ. സാമീപ്യമുക്തി, ഭഗവാന്റെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ നീക്കം എത്രയും വേഗമാകാനായിട്ട് സത്സംഗത്തിൻ്റെ മഹിമയാണ്. നാമം ജപിക്കുന്നവർക്ക് ഭഗവാൻ സത്സംഗം കൊടുത്തിരിക്കും. ഈ മഹാസത്സംഗം ഉണ്ടാകുമ്പോൾ നാമജപം പോരാ എന്നിവിടെ സൂചിപ്പിച്ചു. നമ്മൾ ഇനിയും ധാരാളം നാമം ജപിക്കണം. നാമം ജപിക്കുമ്പോൾ നാമി കൂടി നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ആന എന്ന് പറയുമ്പോൾ ആനയുടെ രൂപം മനസ്സിൽ തെളിയുന്നത് പോലെ ഓരോ നാമം ജപിക്കുമ്പോഴും നമ്മുടെ സങ്കല്പം മനസ്സിൽ ഉണ്ടായിരിക്കണം. സഗുണോപാസന, നിർഗുണോപാസന. ഇവിടെ സഗുണോപാസന നമ്മളെക്കൊണ്ട് അവർക്കേ സാധിക്കുകയുള്ളൂ. കേശാദിപാദം പാദാദികേശം. കേശാദിപാദം ഭഗവാന്റെ തിരുമുഖം കണ്ടുകൊണ്ട്, ആ മായപ്പുഞ്ചരി കണ്ടുകൊണ്ട് നാമം ജപിച്ച് ഭഗവാന്റെ തൃപ്പാദങ്ങളെ ആശ്രയിക്കുക. അതാണ് അവിടെ സഗുണോപാസന എന്ന് പറയുന്നത്. നിർഗുണോപാസന അഷ്ടാംഗ യോഗത്തിലൂടെയും ഷഡാധാരങ്ങളെ ഭേദിച്ച് അങ്ങനെ അവരെ സദ്യോമുക്തി നേടുന്നു. അതെല്ലാവർക്കും സാധിക്കില്ല. നമുക്കപ്പോൾ സഗുണോപാസനയിലൂടെ, കർമ്മമാർഗത്തിലൂടെ, അതായത് പ്രേയോമാർഗത്തിലൂടെ ശ്രേയോമാർഗത്തിലേക്ക് എത്താൻ സാധിക്കണം. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും മനസ്സാ വാചാ കർമ്മണ, നാം ചെയ്യുന്ന കാര്യങ്ങൾ സദ്ബുദ്ധിയോടുകൂടിയും സദ്വിചാരത്തോടുകൂടിയും ഈശ്വരാർപ്പണമായും നിഷ്കാമമായി നമ്മുടെ മുഴുവൻ കഴിവുകൾ ഉപയോഗിച്ച് ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും ഒരേ ഭാവത്തോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മെ നോക്കിക്കൊള്ളും. അതിൻ്റെ ലാഭനഷ്ടങ്ങൾ വേണ്ട, പുണ്യപാപങ്ങൾ വേണ്ട, അതെല്ലാം ഭഗവാൻ നോക്കിക്കൊള്ളും. നമ്മെ അത് ബാധിക്കുകയില്ല. അപ്പം കൊണ്ടുവന്നത് അനുഭവിച്ച് തീർക്കുകയും പുതിയത് ഉണ്ടാക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നാം ഭഗവാനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നു. ഇനിയും എന്താണ് വേണ്ടത്? മനഃശുദ്ധി കൂടി ആവശ്യമാണ്. കുളിച്ച് ശരീരശുദ്ധി വരുത്തുന്നത് പോലെ തന്നെ നാമജപത്തിലൂടെയും തീർത്ഥാടനത്തിലൂടെയും വ്രതാനുഷ്ഠാനത്തിലൂടെയും നമ്മുടെ ഉള്ളുകൂടി ശുദ്ധമായി കഴിഞ്ഞാൽ പിന്നീട് ഏഷണകൾ 3 നമുക്കുള്ളത്. എല്ലാം 3ൻ്റെ കണക്കുകളാണ്. ദാരേഷണ,
പുത്രേഷണ വിത്തേഷണ. ഗൃഹസ്ഥാശ്രമം രജോ ഗുണം കൂടുമ്പോഴാണ് ഉണ്ടാകുന്നത്. കർമ്മം ക്രിയ ചെയ്യുന്നതും സന്താനോൽപാദനമൊക്കെ രജോ ഗുണം കൂടുമ്പോഴാണ്. അങ്ങനെ സമയത്ത് ഈ രജോ ഗുണം കൂടുന്ന സമയത്താണ് നമുക്ക് ധാരേഷണ, പുരുഷന്മാരാണെങ്കിൽ ഭാര്യ വേണമെന്നും സ്ത്രീകളാണെങ്കിൽ ഭർത്താവ് വേണമെന്നുള്ള ആ ഗൃഹസ്ഥാശ്രമത്തിൻ്റെ ചിന്ത നമുക്കുണ്ടാകുന്നു. അപ്പോൾ അവിടെ കഴിച്ചുകൂട്ടാൻ നമുക്ക് ധനം ആവശ്യമാണ്, വിത്തേഷണം ഉണ്ടാകുന്നു. ഇതൊന്നും നമ്മെ അമിതമായി ബാധിക്കാൻ പാടില്ല, ലാഭേച്ഛയോടുകൂടി നോക്കാൻ പാടില്ല. അതിന് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. മോക്ഷം എന്ന പദവിക്ക് മനുഷ്യന് മാത്രമാണ് അർഹതയുള്ളത്. മനുഷ്യജന്മം മുക്തിയുടെ കവാടത്തിൽ മുട്ടിവിളിക്കാനുള്ള യോഗ്യതയാണ്. ആ യോഗ്യത നമ്മൾ നേടേണ്ടിയിരിക്കുന്നു. അതെപ്പോഴും ധർമ്മം അനുസരിച്ച് വേണം കാമം നടത്താനായിട്ട്, ആഗ്രഹങ്ങൾ നടത്താനായിട്ട്. അതിന് പാകത്തിനെ ധനം സമ്പാദിക്കാൻ പാടുള്ളൂ. അമിതധനം കയ്യിൽ വന്നാൽ വാരി വാരി ദാനം ചെയ്യണം. എങ്ങനെയാണോ വെള്ളത്തിൽ നാം വള്ളത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ വള്ളത്തിനൊരു സുഷിരമുണ്ടെങ്കിൽ അതിലേക്ക് വെള്ളം കയറിയാൽ സംഭ്രമിച്ച് മുക്കി തിരിച്ചങ്ങോട്ട് തന്നെ ഒഴിക്കുന്നത് പോലെ സമൂഹത്തിൽ അമിതമായ ധനം നമ്മളിൽ വന്ന് ചേർന്ന് കഴിഞ്ഞാൽ സംശയമില്ല ധാരാളം വാരി വാരി ദാനം ചെയ്യുക. കിട്ടുന്ന ധനം 5 ആയിട്ടാണ്, അതൊന്നും ഞാൻ വിസ്തരിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഉള്ളു ശുദ്ധമായി കഴിഞ്ഞാൽ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം ഇവകളെയും നമുക്ക് നാമം ജപിച്ചും കീർത്തനത്തിലൂടെയും ഈശ്വരാരാധനയുടെ കൂടി ഇല്ലാതാക്കാൻ സാധിക്കും. അതിന് ഉള്ളുകൂടി ശുദ്ധമായി കഴിഞ്ഞു. അന്തയേ നാരായണ സ്മൃതി, അവസാനം നാരായണ സ്മരണ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് മുക്തിയിലേക്ക് നീങ്ങാൻ സാധിക്കും. മുക്തി എന്ന് പറയുന്നത് മനോലയമാണ്, അതിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഞാൻ ഭക്തിയുടെ കാര്യമാണ് പറഞ്ഞത്. ജ്ഞാനം എന്ന് പറയുന്നത് ഈശ്വരനെക്കുറിച്ചുള്ള അറിവാണ്. വിജ്ഞാനം എന്ന് പറയുന്നത് വിശേഷേണ ഉള്ള ജ്ഞാനമാണ്, ഗുരുവിൽ നിന്ന് നേരിട്ട് കിട്ടുന്നതായ അറിവാണ്. ജ്ഞാനം ഈശ്വരനെക്കുറിച്ചുള്ള അറിവ്. ഈശ്വരനെ അറിഞ്ഞ് ഭരിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഗുരുവിൽ നിന്ന് കിട്ടണം. അപ്പോൾ ഗുരുവിനെ നമുക്ക് കിട്ടണമെങ്കിൽ അതിൻ്റേതായ യോഗ്യതകൾ നമ്മൾ നേടിയിരിക്കണം. ശ്രീമദ് ഭാഗവതം ശ്രേഷ്ഠരായ 2 പേരെ എടുത്ത് കാണിക്കുന്നു. സാക്ഷാൽ ശുഗബ്രഹ്മർഷി, ഉത്തമനായ ഗുരു, പരീക്ഷത്ത് മഹാരാജാവ്, വിഷ്ണുരാധൻ, ആ 2 പേരെയും കാണിക്കുന്നു. അതേപോലെ യോഗ്യരായ ഗുരുക്കന്മാരും ശിഷ്യന്മാരും. ശിഷ്യൻ യോഗ്യനായി കഴിഞ്ഞാൽ ഗുരു താനെ എത്തിക്കൊള്ളുമെന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ സന്ദർഭം ഞാൻ അധികം പോകുന്നില്ല. ഇവിടെ യദു അവധൂത സംവാദമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. യദു മഹാരാജ, യദു ആരാണ്? ഭഗവാന്റെ വംശമായ യാദവ വംശമാണ് ഉണ്ടായത്. അത് യദുവിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. യയാതി മഹാരാജാവിൻ്റെ മൂത്ത പുത്രനാണ് യദു. ഇവിടെ യദു അവധൂത സംവാദത്തിലെ യദു ഒരു യാദവ രാജാവ് മാത്രമാണ്. ആദ്യത്തെ യദു ആയിക്കൊള്ളുന്നില്ല. പിന്നെ ദത്താത്രേയനാണ്, അവധൂതനാണ് അടുത്ത ആൾ. അത് ദത്താത്രേയനാണെന്ന് പറയുന്നു പുരാണങ്ങൾ. ആ ദത്താത്രേയൻ്റെ അവതാരം എന്താണ് എന്നുകൂടി ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചിട്ട് നമുക്ക് 24 ഗുരുക്കന്മാരിലേക്ക് നീങ്ങാം. ദത്താത്രേയ മഹർഷി അത്രിയുടെയും അനസൂയയുടെയും പുത്രനാണ്. അവർക്ക് നേരത്തെ സന്താനങ്ങളുണ്ടായിരുന്നില്ല. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ അവരെ അനുഗ്രഹിക്കാനായിട്ട് വേഷം മാറി അത്രിയുടെ ആശ്രമത്തിൽ ചെന്ന് ചേരുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല, അനസൂയ മാത്രമേ ഉണ്ടായിരുന്നു. അത്രിയെപ്പോലെ തന്നെ അസൂയയില്ലാത്തവളാണ്, ത്രികാലജ്ഞാനിയാണ്, വളരെ മന്ത്രസിദ്ധികളുള്ളവരാണ് അനസൂയാദേവി. അങ്ങനെ ഋഷീശ്വരന്മാർ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പറയുന്നു, ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഭിക്ഷയാണിത്, ഇത് വേവിച്ച് ഞങ്ങൾക്ക് തരണമെന്ന് പറയുമ്പോൾ എടുത്തു നോക്കുന്നു അനസൂയ. നോക്കുമ്പോൾ ഇരുമ്പ് കടലകളാണ് കൊണ്ടു ചെന്നിരിക്കുന്നത്. ഇത് പരീക്ഷണമാണല്ലോ എന്ന് മനസ്സിലാക്കുകയും ഒന്നും തന്നെ മിണ്ടുന്നില്ല. ഒന്നുകൂടി ചേർത്ത് പറഞ്ഞു, ഈ വേഷധാരികളായ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരാണ് വേഷം മാറിയെത്തിയിരിക്കുന്നത്, ഞങ്ങൾക്ക് ദിഗംബരയായി വിളമ്പിത്തരണം. ഇത് പാകം ചെയ്താൽ മാത്രം പോരാ, വസ്ത്രമില്ലാത്തവളായി വിളമ്പിത്തരണം. ഇത് പരീക്ഷയല്ല, പരീക്ഷണം തന്നെയാണല്ലോ എന്ന് തോന്നി അനസൂയയ്ക്ക്. ഒന്നും മിണ്ടിയില്ല. അതെല്ലാം തൻ്റെ മന്ത്രസിദ്ധി കൊണ്ട് നിലന്തളിച്ച് സാധാരണ കടലയാക്കുകയും വേവിച്ച് വിളമ്പിക്കൊടുക്കാൻ തയ്യാറായിരുന്നു. നിങ്ങൾ തയ്യാറായി വന്നിരുന്നു കൊള്ളൂ, ഭക്ഷണം തയ്യാറായിട്ടുണ്ട് എന്ന് പറയുന്നു. ഉടനെ തന്നെ അവർ വന്നിരിക്കുന്ന സമയത്ത് ദേവി തൻ്റെ സിദ്ധി കൊണ്ട് മന്ത്രജലം വെച്ച് അവരെ 3 പേരെയും ചെറിയ കുട്ടികളാക്കി മാറ്റുന്നു. ഭക്ഷണം വിളമ്പിക്കൊടുത്ത് മാറിപ്പോകുന്നു.
പോകുന്നു. അവരാഹാരം കഴിച്ചു കഴിഞ്ഞപ്പോൾ ദേവിയെ ആശ്രയിക്കുന്നു. അനസൂയാദേവിയെ ഞങ്ങളെ പൂർവ്വസ്ഥിതിയിൽ ആക്കിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ദേവി പറയുന്നു, നിങ്ങളെ 3 പേരെയും ഞാൻ എൻ്റെ മക്കളായിട്ട് കണ്ടിരിക്കുന്നു. അമ്മയുടെ വാത്സല്യമാണ് നിങ്ങൾക്ക് ഞാൻ വിളമ്പിത്തന്നപ്പോൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ 3 പേരുടെയും തേജസ് ചേർന്നായ ഒരു സന്താനമുണ്ടാകാൻ അനുഗ്രഹിക്കണമെന്ന് പറയും. അങ്ങനെ അനുഗ്രഹീതനായ അവതാരമൂർത്തി പോലെയാണ് ഇവിടെ അവധൂതനായ ഇവിടെ ദത്താത്രേയ മഹർഷി എന്നുകൂടി പരിചയപ്പെടുത്തുന്നു. ഇപ്പോൾ ഗുരുവിനെ കിട്ടാനായിട്ട് നമുക്ക് യോഗ്യതകൾ നേടണം. ഇവിടെ 24 ഗുരുക്കന്മാരെയാണ് പറഞ്ഞിരിക്കുന്നത്. 24 ഗുരുക്കന്മാരെന്ന് പറയുമ്പോഴേക്കും നമ്മൾ കാപിലത്തിലേക്ക് ശ്രദ്ധിക്കേണ്ടി വരും. സാഖ്യം, അവിടെ പ്രകൃതി പുരുഷ ഭേദം തിരിച്ചറിയുക. പ്രകൃതി എന്ന് പറഞ്ഞാൽ മായ. ഞാനൊന്നും വിസ്തരിക്കുന്നില്ല, ഇപ്പോൾ പറയാൻ തന്നെ അല്പം ഭയമുണ്ട്, സമയത്തിനെ നമ്മൾ കണക്കാക്കണം, അതുകൊണ്ടത് പറയുന്നില്ല. മായ, മാറ്റമുള്ളത്, നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്, വഴിതെറ്റിക്കുന്നത്, ഭ്രമിപ്പിക്കുന്നത്, അതാണ് മായ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മായയുടെ മനസ്സത് സാത്വികമാണ്, അതിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അന്ധക്കരണത്തിൻ്റെ ആദ്യത്തെ പ്രവൃത്തിയാണ് മനസ്സെന്ന് പറയുന്നത്. ശുദ്ധമാണ് മനസ്സ്. ആ മനസ്സ് അന്ധകരണത്തോട്, ഈശ്വര സ്വരൂപത്തെ കാണിക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് മനസ്സ്. പക്ഷേ ആ മനസ്സ് മായയോട് ചേർന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഞാൻ ഈ ശരീരമാണ്, ഈ ഇന്ദ്രിയ സുഖങ്ങളാണ് എനിക്ക് വേണ്ടത്, ഈ ബാഹ്യമായി കാണുന്നതായ വസ്തുക്കളെല്ലാം എനിക്ക് എൻ്റേതാകണം എന്നുള്ള തെറ്റിദ്ധാരണ നമ്മളിൽ ഉണ്ടാക്കുകയും അത് വച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങാതിരിക്കാനായിട്ട് നമുക്ക് ഭഗവാൻ തന്നിരിക്കുന്ന അനുഗ്രഹമാണ് വിശേഷ ബുദ്ധിയും വിവേകവുമെല്ലാം. അതെല്ലാം ചേർത്തുകൊണ്ട് ഈ മായയിൽ വിട്ട് ഭ്രമിക്ക് പോകാതെ നമ്മൾ നീങ്ങാനായിട്ട് പരാശക്തിയായ അമ്മയെ ആശ്രയിക്കുക. നേരത്തെ പറഞ്ഞ പോലെ മൂലപ്രകൃതിയായ രാധികാദേവി അമ്മ, മൂലപ്രകൃതിയായ അമ്മയ്ക്ക് 2 ഭാവമാണ്, വിദ്യ, അവിദ്യ എന്ന് പറഞ്ഞ 2 ഭാവമാണ്. അപ്പോൾ വിദ്യയെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അവിദ്യ താനേ മാറിക്കൊള്ളും. എങ്ങനെയാണോ ദീപം തെളിച്ച് വച്ചാൽ ഇരുട്ടിനെ വേറെ ഓടിക്കേണ്ടതായിട്ട് വരികയില്ല. ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ, ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ഗുണമുണ്ടായിരിക്കും. മായ നമ്മളെ ഒരിക്കലും ബാധിക്കുകയില്ല. അതിന് ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്, നമ്മളൊരു ഗ്രഹത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു അൾസേഷ്യൻ നായി കുരച്ചു വരികയാണെന്ന് വിചാരിക്കുക. നമ്മൾ ഭയപ്പെട്ട് ഓടിക്കഴിഞ്ഞാൽ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ നേരിട്ടാലും അത് നമ്മെ കടിച്ചിരിക്കും. എന്നാൽ അതേ സമയത്ത് യജമാനനോടുകൂടി നമ്മൾ ഗ്രഹത്തിലേക്ക് കയറി ചെന്നാലോ, ആ യജമാനെ സ്വീകരിക്കുന്നതിനൊപ്പം തന്നെ വാലാട്ടി നമ്മെ സ്വീകരിച്ചുകളും ഉപദ്രവിക്കുകയില്ല. അപ്പം മായ ഉപദ്രവിക്കാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പരാശക്തിയായ അമ്മയെ ആശ്രയിക്കുക, ഭഗവാനെ ആശ്രയിക്കുക. അപ്പം മൂലപ്രകൃതിയാണ് മായ എന്ന് പറയുന്നത്. പരമപുരുഷനായ ഭഗവാൻ പരമാത്മസ്വരൂപത്തിൻ്റെ അംശമാണ് നമ്മളിൽ ഓരോരുത്തരിലുമുള്ളത്. നാം എല്ലാം വാസ്തവത്തിൽ ഒന്നാണ്. എന്നിലുള്ള ചൈതന്യവും എല്ലാവരിലുള്ള ചൈതന്യവും ഒന്ന് തന്നെയാണെന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് തമ്മിൽ യാതൊരു വ്യത്യാസങ്ങളും ഉണ്ടാകുന്നില്ല. ഏറ്റക്കുറച്ചുകൾ, ഞാൻ വലുതെന്നുള്ള ഞാനെന്നുള്ള ഭാവം നമ്മൾ ഉണ്ടാകുന്നില്ല. ഞാനെന്ന് പറയുന്നത് ഈ ഉള്ളിലുള്ളതായ ആത്മചൈതന്യമാണ് എന്ന് ഉത്തമമായ തെളിവാണ്. ഞാനെന്ന് ഞാൻ പറയുന്നു, അടുത്തിരിക്കുന്ന ആളും നിങ്ങൾ ഓരോരുത്തരും ഞാനെന്ന് പറയുന്നു. ആരും കലഹിക്കാറില്ല. ഞാനല്ലേ ഞാൻ, നീ എന്താ ഞാനെന്ന് പറഞ്ഞതില്ല. എല്ലാവരും ഞാനുള്ളിലുണ്ട്. പക്ഷെ ഞാനെന്നുള്ള ഭാവം ഉണ്ടാവാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഈ ചൈതന്യമാണെന്ന് തിരിച്ചറിയുക. എപ്പോഴാണ് പരമമായിട്ട് നമ്മൾ തിരിച്ചറിയുക? മരണത്തെ എടുത്താൽ മതി. എത്ര പ്രിയപ്പെട്ട ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ആ ശരീരം മറവ് ചെയ്യാവുന്നതിൽ ഒരാൾക്കും തർക്കമില്ല. ആരും അതിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സൂക്ഷിക്കാൻ തയ്യാറാവില്ല. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മൾ ആരെയാണ് സ്നേഹിച്ചിരുന്നത്. ഈ ശരീരത്തെയല്ല, ചൈതന്യവത്തായ ശരീരത്തെയാണ് സ്നേഹിച്ചത്. ആ ചൈതന്യം ശിവം പോയാൽ അതിനെ പിന്നെ എല്ലാവരും ഉപേക്ഷിച്ചു കഴിഞ്ഞു. അങ്ങനെ ആത്മതത്വത്തെ തിരിച്ചറിയാൻ നമ്മൾ സാധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പ്രകൃതിക്ക് അനുകൂലമായി നമ്മൾ ജീവിച്ചിരിക്കണം എന്ന് പറയുമ്പോൾ 24 തത്വങ്ങൾ പറയുമ്പോഴത്തേക്കും സമഷ്ടിയിലും വ്യഷ്ടിയിലും എന്ന് നമ്മൾ പറഞ്ഞു. സമഷ്ടിയിൽ എന്ന് പറഞ്ഞാൽ പൊതുവായിട്ട് എല്ലായിടത്തും എല്ലാവർക്കും ഒരേപോലെയാണ്. പ്രപഞ്ചം, പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച് തന്നിട്ടുള്ള ഒരു വസ്തുവും ഒരു വരവും ഒരു സമ്പാദ്യവും ആർക്കും വേറെ വേറെ തന്നിട്ടില്ല. വായു എടുത്താൽ മതി, അഗ്നി എടുത്താൽ മതി, ജലം എടുത്താൽ മതി, ഭൂമി എടുത്താൽ ആർക്കും വേറെ വേറെ തന്നിട്ടില്ല. നമ്മളത് സ്വാർത്ഥമായിട്ട് നമ്മുടേതാക്കാൻ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി ഓരോരുത്തരും സൗകര്യത്തിനാക്കി
ആക്കി തീർക്കുകയാണ് ചെയ്തത്. അത് നമുക്ക് ദോഷമാവുകയും ചെയ്യും. കൊച്ചു കുട്ടികളെപ്പോലും നമ്മളെന്താ ചെയ്യുന്നത്, ഒരു കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് അച്ഛൻ വാങ്ങിച്ചു തന്നത്, ഇത് ചേട്ടൻ വാങ്ങിച്ചു തന്നത്, ഇത് ഇന്നാൾ വാങ്ങിച്ചത്, ഇത് മോൻ്റേതാണ്, ഇത് മോളുടേതാണെന്ന് പറഞ്ഞ് ആ കുട്ടിക്ക് എൻ്റെ നമ്മൾ പഠിപ്പിക്കും. അങ്ങനെ ഞാനും എൻ്റെ ഉണ്ടാക്കി വെച്ചിട്ട് അവസാനം എന്താ നമ്മളോട് പറയുന്നത്, ഈ ഞാനും എൻ്റേത് ഉപേക്ഷിക്കുക. യശോദയ്ക്കും അത് വേണ്ടി വന്നല്ലേ. ഞാൻ ഉദാഹരണത്തിലേക്ക് പോകുന്നില്ല, അറിയാണ്ട് വന്നു പോവാണ്. ആ 2 അങ്കുലം കയറിന് നീളം വന്നത് ഞാനും എൻ്റെയും. അവസാനം ഭഗവാനെ പരമമായി ആശ്രയിച്ചപ്പോൾ ആ നേരത്തെ ഉണ്ടായിരുന്നത് തന്നെ തികയും ചെയ്തു. അപ്പം അങ്ങനെ ഞാനും എൻ്റേതും നമ്മൾ ഇല്ലാതാക്കേണ്ടത് ആവശ്യമാണ്. 24 തത്വങ്ങൾ സമഷ്ടിയിൽ എന്ന് പറയുമ്പോൾ പഞ്ചഭൂതങ്ങൾ ആദ്യം ഉണ്ടായത് തന്മാത്ര, ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ഇതാണ് ക്രമേണ പഞ്ചഭൂതങ്ങളായിട്ട് മാറുന്നത്. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നുള്ളത്. അപ്പോൾ രൂപതന്മാത്ര, രസതന്മാത്ര, അപ്പോൾ സ്പർശതന്മാത്ര, രൂപതന്മാത്ര, രസതന്മാത്ര, ഗന്ധതന്മാത്ര. ഇത് സമഷ്ടിയിലാണെങ്കിൽ വ്യഷ്ടിയിൽ നമ്മളിൽ ഓരോരുത്തരിലും ആ ശ്രോത്രം, ശബ്ദം നമുക്ക് നമ്മുടെ കാതുകൾ ശ്രോത്രമാണ് ഉള്ളത്. സ്പർശത്തിന് നമുക്കുള്ളത് ത്വക്കാണ് ഉള്ളത്. ത്വക്കെന്ന് പറയുമ്പോൾ തൊലിയും ത്വക്കും വ്യത്യാസമുണ്ട്. നല്ല പ്രായമുള്ളവരുടെ ആണെങ്കിൽ സഞ്ചി പോലെ നമുക്ക് പൊക്കിയെടുക്കാം തൊലി. അതേസമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള ആ മസൃണമായ ഭാഗമാണ് ത്വക്ക്, തൊട്ടാൽ അറിയുന്ന ഭാഗമാണ് ത്വക്കെന്ന് പറയുന്നത്. രൂപം എന്ന് പറയുന്നത് അഗ്നിയാണ്. അതിന് നമുക്കുള്ളത് കണ്ണുകളാണ്, 2 കണ്ണുകൾ. സൂര്യചന്ദ്രന്മാരുടെ സ്ഥാനത്ത് 2 കണ്ണുകളാണ് നമുക്കുള്ളത്. പിന്നീട് വരുന്നത് രസമാണ്. ജലത്തിൻ്റെ തനതായ സഗുണം രസമാണ്. അതിന് ശബ്ദമുണ്ട്, സ്പർശമുണ്ട്, രൂപമുണ്ട്, രസമുണ്ട്. ആ രസത്തിന് നമുക്കുള്ളത് നാക്കാണുള്ളത്. നാക്ക് 2 കർമ്മേന്ദ്രിയവുമാണ് ജ്ഞാനേന്ദ്രിയവുമാണ് ഉള്ളത്. പിന്നീട് വരുന്നതാണ് ഭൂമി. അതിൻ്റെ ഗുണം ഗന്ധമാണ്. ഇതിന് നമുക്കുള്ളത് മൂക്കാണ് ഉള്ളത്. അപ്പം 20 ആയിക്കഴിഞ്ഞു. ഏതൊക്കെയാണ്? ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. തന്മാത്രകൾ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. 5 5 10 സമഷ്ടിയിൽ. പിന്നെ നമ്മൾ വ്യഷ്ടിയിൽ വരുമ്പോഴത്തേക്കും പറയുന്നത് കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക്. അതുകൂടാതെ കണ്ട് കർമ്മേന്ദ്രിയങ്ങൾ വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം 20. ഇനി 5ാമത് അന്ധക്കരണം. അന്ധക്കരണത്തിൻ്റെ 4 പ്രത്യേകം മനസ്സ്, ചിത്തം, ബുദ്ധി, അഹങ്കാരം. ഇതിനോട് ബന്ധപ്പെട്ടാണ് ഈ 24 ഗുരുക്കന്മാരെ പ്രകൃതിയിൽ അവധൂതനായ ദത്താത്രേയ മഹർഷി യദു മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നത്. അതിൽ ആദ്യത്തെ 8 മാത്രമാണ് നമുക്കിവിടെ വിഷയമായിട്ട് വരാനായിട്ടുള്ളത്. ഇനി ഇതെല്ലാത്തിനും ഇവിടെ ആർക്ക് പറഞ്ഞു കൊടുക്കുന്നു? അവധൂതനായ ദത്താത്രേയ മഹർഷി യദു മഹാരാജാവിനാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ അദ്ദേഹം ഉദാഹരണങ്ങൾ ഓരോന്ന് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു യതിവര്യന് യോജിച്ചതായ സ്വീകാര്യമാണെന്ന് ചെയ്യുമ്പോൾ വിശേഷ ബുദ്ധിയുള്ള ചിന്താശക്തിയുള്ള നമ്മൾ പറഞ്ഞത് ആരാണെന്ന് നോക്കണ്ട, പറഞ്ഞത് എന്താണ്, അത് കാലാനുസൃതമായി മാറ്റം. ശ്രുതി സ്മൃതി. ശ്രുതി വേദവാക്യമാണ്, അതിന് മാറ്റം ഒരിക്കലും ഇല്ല. എന്നാൽ സ്മൃതി എന്ന് പറയുന്നത് മനുസ്മൃതിയാണ്. ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് ചിട്ടയായി നിയമം വച്ചിരിക്കുന്നതാണ്. കാലാനുസൃതമായ മാറ്റം അതിനുണ്ടായേക്കാം. പ്രത്യക്ഷ ഉദാഹരണമാണ് വിദ്യാഭ്യാസം. ആ കാലഘട്ടത്തിൽ ഗുരുകുലത്തിൽ വെച്ച് ആധ്യാത്മികമായ വിദ്യ ചെയ്തിരുന്ന ബ്രഹ്മത്തെ അറിയാനുള്ള ബ്രഹ്മചാരി എന്നാണ് പറഞ്ഞത്. ഒരു വിദ്യാർത്ഥി എന്ന് ബ്രഹ്മചാരി എന്നാണ് പറഞ്ഞത്. ബ്രഹ്മത്തെ അറിയാനുള്ള വിദ്യാഭ്യാസമാണെന്ന് ഗുരുനാഥന്മാർ കൊടുത്തിരുന്നതെങ്കിൽ ഇന്നും വിദ്യാഭ്യാസമുണ്ട്. അതിന് എങ്ങനത്തെ ആ വിദ്യാഭ്യാസത്തിൻ്റെ പരമായ ലക്ഷ്യം ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായ തുല്യ വികാസമാണ് വേണ്ടത്. എന്നാൽ ഇന്ന് ആധ്യാത്മികമായ ചിന്തയില്ലാത്ത വിദ്യാഭ്യാസമായി മാറിപ്പോയിരിക്കുന്നു. അത് തലപ്പത്തിരിക്കുന്നവരുടെ അശ്രദ്ധ. അത് ക്രമേണ അറിവുള്ളവർ ആ രംഗത്തെത്തിച്ചേർന്ന് മാറ്റം വരുത്തേണ്ടതാണ്. ഇല്ലെങ്കിൽ നമ്മുടെ പുതിയ തലമുറ അപകടത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. ഗുരുവിനെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. പണ്ടൊക്കെ നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ശ്രേഷ്ഠതയാണുള്ളത് അല്ലേ. ഗുരു ഗോവിന്ദ ദോഖടെ കാക്കയിലാകൂപ്പായ് ബലിഹാരി ഗുരുവാപ്പണേ ജിന് ഗോവിന്ദ ദിയോബതായ്. ഗുരുവും ഈശ്വരനും ഒപ്പം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം ആരെ വന്ദിക്കണം?
ഗുരുവിനെ വന്ദിക്കണം. കാരണം ഈശ്വരനെ മനസ്സിലാക്കി തന്ന ആൾ ഗുരുവാണ്. ഇല്ലെങ്കിൽ ഈശ്വരനെ നമ്മൾ വകവയ്ക്കില്ലായിരുന്നു. അത്ര ശ്രേഷ്ഠതയാണ് ഗുരുനാഥന്മാർക്ക് കൊടുത്തിരുന്നത്. ഇന്നാണെങ്കിലോ ഒരു ജോലിക്കാരനെ പോലെ ആയിരിക്കുന്നു ഗുരു. മാതാ പിതാ ഗുരു ദൈവം 3 പേർക്കും സ്ഥാനം കുറഞ്ഞിരിക്കുന്നു. ഇതാരെയും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാലത്തിൻ്റെ പ്രഭാവമാണ്. എങ്കിൽ കൂടിയും താൻ പാതി ദൈവം പാതി. നമുക്ക് ചെയ്യാനുള്ള ശ്രദ്ധയും കാര്യങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ബാക്കി ഭഗവാൻ ചെയ്തുകൊള്ളും. കുട്ടികളെ അനാഥമാക്കാതിരിക്കുക, വഴിതെറ്റാൻ വിടാതിരിക്കുക, അവർക്ക് വിദ്യാലയത്തിൽ കിട്ടേണ്ടതായ കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് കൃത്യമായി അന്വേഷിക്കുക. ഹിരണ്യകശിപു പോലും അന്വേഷിച്ചിരുന്നു ഇടയ്ക്കിടയ്ക്ക് പോയിട്ട്. ഇന്ന് വിളിപ്പിക്കുന്നുണ്ടെങ്കിലും വേണ്ട തരത്തിലുള്ള അന്വേഷണം നടക്കുന്നില്ല. അതുപോലെ തന്നെ ഗ്രഹത്തിൽ കിട്ടേണ്ടത് കുട്ടികൾക്ക് കിട്ടുന്നുണ്ടോ, വിദ്യാലയത്തിൽ കിട്ടേണ്ടത് കിട്ടാത്തത് നമുക്ക് കൊടുക്കാൻ സാധിക്കുമോ? അങ്ങനെ കുട്ടികളെ ആ തരത്തിൽ ഒരിക്കലും ഗുരുക്കന്മാരെക്കുറിച്ച് മാതാപിതാക്കളോ മുതിർന്നവരോ ഒരിക്കലും ഒരു ദോഷം കുട്ടികളെ പറയാൻ പാടില്ല. അവർക്ക് ഈശ്വര തുല്യമാണ്. ഒരു 4ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടിക്ക് ഇന്നും ഗുരു ഈശ്വര തുല്യമാണ്. അതില്ലാതാക്കുന്നത് ഞാൻ ഫീസ് കൊടുക്കുന്നു, ഇത്ര മാർക്ക് വാങ്ങിക്കണം, ഇന്നവണ്ണം പഠിപ്പിക്കണം എന്ന രീതിയിൽ രക്ഷിതാക്കളിൽ നിന്ന് ശബ്ദങ്ങൾ അറിയാതെ മുതിർന്നവരെ ഒപ്പിയെടുക്കും കുട്ടികൾ. പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, അവർ നമ്മളെ പകർത്തും. അപ്പോൾ നമ്മൾ കുട്ടികൾ കേൾക്കില്ല, അറിയില്ല എന്ന് വിചാരിച്ച് പോലും പറഞ്ഞാലും അവരുടെ ശ്രദ്ധയുണ്ടായിരിക്കും. ഗുരുനാഥന്മാരെ വിരമിക്കുന്ന രീതിയിൽ ആ 3 വയസ്സിൽ നാവിൽ സ്വർണ്ണമോതിരം കൊണ്ട് അക്ഷരം എഴുതിച്ച ഗുരു ആരാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയും സന്ധ്യയ്ക്ക് നാമം ജപിപ്പിക്കുകയും പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു പരിഹാരം, ഇവിടെ വിഷയമല്ലെങ്കിലും നമുക്കത് വിഷയമായിരിക്കണം. കുട്ടികളുടെ കൂട്ടുകാരാരാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. കുട്ടികൾക്ക് രഹസ്യം സൂക്ഷിക്കാൻ അവസരം കൊടുക്കാതിരിക്കുക. അവർക്ക് പൂട്ടും കെട്ടും കൊടുക്കാതിരിക്കുക. ഒരു മുറി വേറെ, ഒരു പെട്ടി വേറെ, അങ്ങനെ പൂട്ടി വയ്ക്കുക. എപ്പോഴും കുട്ടികളുടെ മുറിയിൽ സ്വാതന്ത്ര്യമായിട്ട് നമുക്ക് കയറി ചെല്ലാൻ സാധിക്കണം. അവരുടെ വസ്തുക്കൾ കാണാൻ സാധിക്കണം. അവരുടെ നീക്കങ്ങൾ ക്രമേണ രഹസ്യമായിട്ടാണെങ്കിൽ നമുക്കറിയാനായിട്ട് സാധിക്കണം. അവരുടെ കൂട്ടുകാരാരാണെന്നറിഞ്ഞ് ആ വ്യക്തിബന്ധമല്ലാതെ കുടുംബ ബന്ധം സ്ഥാപിക്കുക. അതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. കൂട്ടുകാരാരാണെന്നറിഞ്ഞ് അച്ഛനമ്മമാർ അവിടെ പോയി അവരെ കാണുകയും അവരെ നമ്മുടെ അടുത്തേക്ക് ക്ഷണിക്കുകയും വിശേഷ സമയങ്ങളിൽ മക്കളുടെ കൂട്ടുകാരുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ സംസ്കാരം എന്താണെന്ന് നമുക്കറിയാൻ സാധിക്കും. നമുക്ക് പറ്റാത്തതാണെങ്കിൽ സൂത്രത്തിൽ അതിലും നല്ലത് കൊടുത്ത് അവരതിൽ നിന്നും ബഷീർ പറഞ്ഞവരെ ഓരോന്നിനെ ചെറുതാക്കാൻ വെട്ട് വേണ്ട, മായ്ക്കുകയും വേണ്ട, കുത്തുകയും വേണ്ട, കലഹിക്കുകയും വേണ്ട, ഇപ്പുറത്ത് വലിയൊരൊന്നിട്ടാൽ മതി. അപ്പോൾ നമുക്ക് ആ കുട്ടികൾക്ക് അതിലും ഇഷ്ടപ്പെട്ടത് കണ്ടുപിടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കുട്ടികളെ നേർവഴിക്ക് കൊണ്ടുവരാൻ പറ്റും. ഒരു 10-12 വയസ്സ് വരെ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നോക്കാൻ പ്രയാസമുണ്ടായിരിക്കില്ല. അവരിൽ നന്മയുടെ ബീജം എടുത്തിക്കഴിഞ്ഞാൽ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുക, അതാത് ദിവസം ഉണ്ടാകുന്ന വിശേഷങ്ങൾ പരസ്പരം പറയുക. അച്ഛനമ്മമാരും ബന്ധുക്കളും മുത്തച്ഛനും മുത്തശ്ശിയും ഒരുമിച്ച് പറയുമ്പോൾ ഈ കുഞ്ഞുങ്ങളും അവരുടെ കാര്യങ്ങൾ പറയും. രഹസ്യങ്ങൾ സൂക്ഷിക്കുകയില്ല. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഒരാളോടെങ്കിലും അവർക്ക് ഒന്ന് പറയാനുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ കുട്ടികൾ ആത്മഹത്യയിലേക്ക് ഒരിക്കലും നീങ്ങുകയില്ല, വഴി തെറ്റിപ്പോവുകയില്ല. ആ ശ്രദ്ധയാണ് ഇവിടെ. വെറുതെ ഗുരു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ദത്താത്രേയ മഹർഷി ഈ പ്രകൃതിയെ കണ്ടാണ് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്. പ്രകൃതി അത്യത്ഭുതമായ ഒന്നാണ്. പ്രകൃതിയെ കണ്ട് പഠിക്കുക എന്ന് പറയുമ്പോഴേക്കും നോക്കാം. നമുക്ക് നേരത്തെ പറഞ്ഞു, പഞ്ചഭൂതാത്മകമായ ദാനങ്ങളൊന്നും തന്നെ ആർക്കും വേറെ ഇല്ല. അന്തരീക്ഷത്തിൽ നിന്നും ഒരു ശബ്ദം, ആകാശത്തിൻ്റെ ഗുണമാണ് ശബ്ദം. അതിന് നമുക്ക് ശരീരമാകുന്ന ക്ഷേത്രത്തിൻ്റെ താഴികക്കുടമാണ് നമ്മുടെ ശിരസ്. അതിലാണ് ശ്രോത്രം. ശബ്ദത്തിന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വായു, അന്തരീക്ഷം മുഴുവൻ വായുവാണുള്ളത്. അത് സമഷ്ടിയിലും വ്യഷ്ടിയിലും നമ്മളിലുമുണ്ട്. അകത്തും പുറത്തും വായുവുണ്ട്. പുറത്തുള്ള വായുവിനെ അകത്തേക്കെടുത്ത് ശുദ്ധീകരിച്ച് വേണ്ടാത്തത് പുറത്തേക്ക് കളയുന്നു. നമ്മൾ പുറത്തേക്ക് കളയുന്നതായ ആ വായു, കാർബൺ ഡയോക്സൈഡ്, പ്രകൃതിയിൽ സസ്യലതാദികൾക്ക് ജീവിക്കാൻ ആവശ്യമാണ്. അവ പുറത്തേക്ക് വിടുന്നതായ വായു നമുക്ക് പ്രാണവായുവാണ്. അത്രയുമാണ് പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള ബന്ധം. പുരുഷന് ചലിക്കണമെങ്കിൽ പ്രകൃതിയുടെ, മായയുടെ അല്ലെങ്കിൽ സ്ത്രീയുടെ പ്രചോദനം ആവശ്യമാണ്. അതാണ് പ്രകൃതി പുരുഷ ഭേദം എന്ന് പറയുന്നത്. പ്രകൃതിയിൽ തന്നെ മൂലപ്രകൃതിയായ പരാശക്തിയായ അമ്മ, പരാശക്തിയായ അമ്മയുടെ സൂക്ഷ്മമായ സർവ്വഗുണങ്ങളും സ്ത്രീകളിലുണ്ട്. ആ ഗുണത്തെ നമ്മൾ പോഷിപ്പിച്ചെടുക്കണം. അത് ലോകത്തിന് ഉപകാരപ്രദമാക്കി തീരണം. അങ്ങനെ സ്ത്രീ ശക്തിയും ഐക്യവും നമ്മൾ കാണണം. ഇന്നലെ ഗുരുവായൂർ തൊഴാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടു, ഒരു പാലായിൽ ആണ്ടൂർ എന്ന് പറഞ്ഞൊരു ഗ്രാമം.
ആ ഗ്രാമത്തിൽ 50 പേര് വന്നിരിക്കുന്നു. 21ഓളം കുടുംബങ്ങൾ ഒറ്റക്കെട്ടാണ്, ഒരഭിപ്രായ വ്യത്യാസമില്ല. അവിടെ ഒരു ക്ഷേത്രമുണ്ട്, അതിൻ്റെ അവിടെയും ഓരോരുത്തരുടെയും വിഷമങ്ങൾ ദിവസവും പരസ്പരം അറിഞ്ഞവർ വരുന്നു. ആ ഒരുമിച്ചുള്ള ഐക്യം, അതേപോലെ ഓരോ ഗ്രാമങ്ങളുമായി തീർന്നാൽ എത്ര നന്നായിരിക്കും. അങ്ങനെ ആ ഐക്യം നമ്മളിലുണ്ടാക്കി. ഒരാൾക്കും ഇന്ന് ഒരാളെയും ആശ്രയിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല. അവരവരുടേതായ സ്വയം പര്യാപ്തതയുണ്ട്. അപ്പോൾ സുഖക്ഷേമങ്ങൾ അന്വേഷിക്കാൻ നമുക്ക് ക്ഷമയുണ്ടായിരിക്കുക. അന്യനുയർച്ച കാണുമ്പോൾ ആനന്ദിക്കേണ്ടതാണ് നീ. ആ രീതിയിൽ നമ്മൾ നീങ്ങിക്കഴിഞ്ഞിരിക്കണം. ഇനി ഇവിടെ അവധൂത നമ്മുടെ വിഷയത്തിലേക്കാണ്. ആകാശത്തെ കണ്ട് എന്തു പഠിക്കണം? ഏറ്റവും ആദ്യം നമുക്ക് പറയാനുള്ളത്, കാരണം നമ്മൾ എവിടെ നിന്ന് വരുന്നു? സഗുണോപാസകരാണ്. അതുകൊണ്ട് കേശാദി പാദത്തിലേക്ക് വരുന്നു. സൂക്ഷ്മത്തിൽ നിന്നും സ്ഥൂലത്തിലേക്ക് നമ്മൾ വരുന്നു. സൂക്ഷ്മം ആകാശമാണ്. ആകാശത്തെ കണ്ട് എന്താണ് പഠിക്കാനുള്ളത്? ആകാശം വിശാലമാണ്, നീലിമയാർന്നതാണ്. എന്താ നീലിമ എന്ന് പറയുമ്പോഴത്തേക്കും 3 ഗുണം പറഞ്ഞല്ലേ? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. നന്മയുടെ അംശം കൂടുതലുള്ളത് സത്വഗുണമാണ്. അതുകൂടാതെ നമ്മളിൽ വിചാരങ്ങൾക്ക് വിക്ഷോഭങ്ങൾക്ക് അടിമപ്പെടുന്നതായ ഗുണമാണ് രജോ ഗുണം. ആ രജോ ഗുണത്തിലാണ് ഗൃഹസ്ഥാശ്രമം എന്നും പറഞ്ഞു. തമോ ഗുണം അലസതയാണ്, മടിയാണ്, ചിട്ടയില്ലായ്മയാണ്. ഏതെങ്കിലും കാര്യം എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും ആയിക്കൊള്ളട്ടെ എന്ന രീതിയിലാണ് നീങ്ങുന്നത്. അങ്ങനെ ആ രീതിയിലാണ് അത് നീങ്ങുന്നത്. അപ്പോൾ ആകാശത്തെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് അതേപോലെ വിശാലമായിരിക്കണം. ആകാശ നീലിമ, നീല നിറം എന്താണ്? മൂലപ്രകൃതിയായ ഗോലോകനാഥയായ രാധ പ്രകൃതിയുടെ നിറം പച്ചയാണ്. പരമപുരുഷനായ ഭഗവാൻ ആ മിന്നൽ പിണരുകളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലേ? അതേപോലെയാണ് ഭഗവാന്റെ പീതാംബരം, മഞ്ഞ വസ്ത്രം. പച്ചയും മഞ്ഞയും ചേർന്നാൽ കളർ കോമ്പിനേഷൻ എന്താണ്? നീല. അതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. ആ നീല നിറത്തിന് ഭക്തിയുടെ അപാരതയാണ് അവിടെ കാണിക്കുന്നത്. അതാണ് ആകാശത്തും സമുദ്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. സമുദ്രത്തിൻ്റെയും വിശാലതയും അഗാധതയും നീലിമയും. നട്ടുച്ചയ്ക്ക് പോലും നമ്മൾ കണ്ണടച്ചാൽ നമുക്ക് നീല നിറം കാണാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ നമ്മളറിയാതെ പൂർവ്വജന്മത്തിൽ 10 നാമം ജപിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ജന്മം മുതൽ 11 മുതൽ ജപിച്ചാൽ മതി. നമുക്കിനി അടുത്ത ജന്മം ഉണ്ടാകാതിരിക്കണം. അതിനാണ് കുന്തിദേവി പ്രാർത്ഥിച്ചതല്ലേ? പുനർജനി എന്ന് പറഞ്ഞൊരു പാപമില്ലാതിരിക്കണമെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിൽ ഈശ്വരാനുഭൂതി നമ്മൾക്കുണ്ടായിരിക്കണം. ആ രീതിയിലേക്ക് വേണം നമ്മൾ നീങ്ങാനായിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത ജന്മം ഇല്ലാതിരിക്കണമെങ്കിൽ മനോലയം വരണം. നമ്മൾ നിഷ്കാമമായ കർമ്മം ചെയ്യുക. ഇവിടെ ഓരോന്ന് അർജുനൻ്റെ കഥ നമുക്ക് എടുക്കാം. ഭഗവത്ഗീത ഏറ്റവും പ്രതിസന്ധിയിലിരിക്കുന്ന സമയം, മനസ്സും ശരീരവും തളർന്ന് എന്തിന് ചെയ്യേണ്ടു എന്നുള്ള മനുഷ്യൻ്റെ ഏറ്റവും ധർമ്മസങ്കടത്തിൽപ്പെട്ട സമയത്താണ് ഭഗവാൻ അർജുനന് ഗീത ഉപയോഗിക്കുന്നത്. ആദ്യത്തെ അധ്യായം തന്നെ എന്താ? അർജുന വിഷാദ യോഗം. അർജുനന് വിഷാദം വന്നപ്പോൾ അർജുനൻ ഭഗവാനെ ആശ്രയിച്ചു. അതുകൊണ്ട് അർജുനൻ്റെ വിഷാദം യോഗമായിട്ട് മാറി. ഭഗവാന്റെ സഹായം കൊണ്ട് സർവ്വവിജയവും സമാധാനവും അവിടെ ഉണ്ടായി. നമുക്കും ദുഃഖം വരുമ്പോൾ, വിഷമം വരുമ്പോൾ അത് ഇന്നാൾ കാരണമാണെന്ന് വിചാരിക്കാതെ നമ്മുടെ കർമ്മഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. പൂർവ്വജന്മവാസനയനുസരിച്ച് നമ്മളുടെ കർമ്മഫലം അനുഭവിക്കാൻ അനുയോജ്യമായ സാഹചര്യങ്ങളും മാതാപിതാക്കളെയും ജീവനാണ് എടുക്കുന്നത്. ആത്മസ്വരൂപവും ജീവനും തമ്മിൽ വ്യത്യാസമുണ്ട്. സൂര്യൻ്റെ പ്രതിബിംബം ഒരു ചില്ലിൽ തട്ടി അറിവില്ലാത്തൊരു കുട്ടി അതാണ് സൂര്യൻ എന്ന് പറയുന്നത് പോലെയാണ് ഈ ജീവൻ എന്ന് പറയുന്നത്. ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവത്തിൽ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ നമ്മളവിടെ ബദ്ധനായിത്തീരുന്നു. ആ കർമ്മഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നു. അപ്പോൾ പരമാത്മാവിൻ്റെ പ്രതിബിംബമായ ജീവനായിട്ട് മാറുന്നു. ജീവൻ്റെ ഗതിയാണ് ഉണ്ടാകുന്നത്. ആ ജീവനെ നമ്മൾ ആത്മസ്വരൂപത്തോട് ചേർക്കണം. അപ്പം ഭക്തിയാകുന്ന ചരടിൽ മനസ്സിനെ പരിശുദ്ധമാക്കിയിട്ട് ആത്മസ്വരൂപത്തോട് ചേർത്ത് കഴിഞ്ഞാൽ, ബാഹ്യമായിട്ടുള്ളതല്ല എന്ന് ബോധ്യപ്പെട്ട് ചേർത്ത് കഴിഞ്ഞാൽ സ്വസ്വരൂപജ്ഞാനമുണ്ടാകുന്നു. അർജുനന് അതാണ് ഭഗവാൻ കാണിച്ചു കൊടുത്തത്. അപ്പം നമ്മൾ സുഖദുഃഖം വരുമ്പോൾ അതിൻ്റെ കാരണം നമ്മൾ തന്നെയാണ്. മനമേവ മനുഷ്യാണാം കാരണം സുഖദുഃഖയോ ബന്ധം മോക്ഷയോ. നമ്മൾ ബന്ധത്തിനും ബന്ധനത്തിനും സുഖത്തിനും എല്ലാം കാരണം നമ്മുടെ മനസ്സാണ്. ആ മനസ്സിനെ നാമജപത്തിലൂടെ ധ്യാനത്തിലൂടെ വരുതിയിൽ വരുത്തണം. നമ്മൾ ധ്യാനത്തിരിക്കുകയാണെങ്കിൽ നിശ്ചിത സമയം
നിശ്ചിത സ്ഥലം നമ്മൾ ധ്യാനത്തിനിരുന്ന് കഴിഞ്ഞാൽ, പഠിക്കുമ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. കുട്ടികൾ ശ്രദ്ധിച്ചറിയാം എന്തിനാണ് വിദ്യാലയം വച്ചിരിക്കുന്നത്. എവിടെയെങ്കിലും ഇരുന്ന് പഠിച്ചാൽ പോരാ. ഗ്രഹത്തിലാണെങ്കിലും ഇന്ന സ്ഥലത്തിരുന്ന് കുട്ടി പഠിക്കട്ടെ, ഇന്ന സമയത്ത് പഠിക്കട്ടെ, അത് കൃത്യതയോടുകൂടി ചെയ്യട്ടെ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മനസ്സ് അനുകൂല, പഠിക്കാനിരിക്കുകയാണ്, ഞാനിവിടെ വരണമെന്ന് മനസ്സ് നമുക്ക് വഴങ്ങും. അപ്പം ധ്യാനത്തിലും അതുപോലെ തന്നെ നമ്മൾ മനസ്സിനെ നമ്മുടെ വിലയ്ക്ക് നിർത്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങളാകുന്ന പൂക്കളെ ഭക്തിയാകുന്ന നൂലിൽ കോർത്ത് ഭഗവാന് മാല ചാർത്തി ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ വന്നിച്ചു കഴിഞ്ഞാൽ നമുക്ക് കർമ്മഫലം അനുഭവിക്കേണ്ടി വരികയില്ല. കർമ്മഫലം തീർത്തുമില്ലാതായി കഴിഞ്ഞാലാണ് മനോലയം, മുക്തി ഉണ്ടാകുന്നത്. അപ്പോൾ ആകാശത്തെ കണ്ട് ഭക്തി ഉണ്ടാകണം. നീല നിറം, ഇപ്പം കണ്ണടച്ച് നോക്കണം. നമുക്ക് ഭക്തി ഉറച്ചിട്ടില്ലെങ്കിൽ നീല നിറം കാണാൻ പറ്റുകയില്ല. നാമം ജപിക്കുന്നതിന് മുമ്പും നമ്മുടെ വിൽ പവർ, മനസ്സിൻ്റെ ഊർജം നോക്കണം. നോക്കിക്കഴിയുമ്പോൾ അതിനേക്കാൾ ഇരട്ടിയായിരിക്കും നാമം ജപിച്ചു കഴിഞ്ഞ് നമുക്കതുണ്ടാകുന്നത്. അത് നമുക്ക് നോക്കാൻ, ഓരോരുത്തർക്കും നോക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ആ രീതിയിൽ കൈ കൊണ്ടുവരുമ്പോൾ നാമം ജപിച്ചാൽ കൈ ഇവിടെ വന്ന് തടയും, ഇങ്ങോട്ടെന്തോ ചേർക്കാൻ പറ്റുകയില്ല. നാമം ജപിക്കുന്നതിന് മുൻപ് അടുത്തിരുന്നത് ഇത്രയും അകലമാകും. അത്രയും ഊർജം നമ്മുടെ നെഞ്ചിൽ നിന്ന് ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. ഈശ്വരപ്രസാദം, ആ വിൽ പവർ നമുക്കുണ്ടായിരിക്കുന്നു. അങ്ങനെ ആകാശത്തെ കണ്ട് മനസ്സിനെ വിശാലമാക്കുക. പിന്നെയാണെങ്കിലോ ആകാശം സൂര്യനിൽ നിന്ന്, സൂര്യനും ചന്ദ്രനെയും കൂടി ചേർത്ത് പറയുകയാണ്, കാരണം മുഴുവൻ പറയാൻ സമയം കിട്ടിയില്ലെങ്കിലും, സൂര്യപ്രകാശം നിന്നും സമുദ്രത്തിൽ നിന്ന് നീരാവി വലിച്ചെടുത്ത് അത് മേഘങ്ങളായി ആകാശത്ത് വരയ്ക്കുമ്പോൾ ആകാശം അത് സ്വന്തമാക്കി വയ്ക്കുന്നില്ല, ലോകോപകാരാർത്ഥം അത് മഴയായി പെയ്യുന്നു. അപ്പം നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ അതിലിരട്ടി കൊടുക്കാൻ തയ്യാറായിരിക്കണം. ഉത്തമമായ ഉദാഹരണമാണ് ഒരു തെങ്ങെടുക്കുക. തെങ്ങിന് നമ്മൾ കൊടുക്കുന്ന വളം പച്ചിലകളും ചാണകവുമാണെങ്കിൽ ആ തെങ്ങ് നമുക്ക് എന്താണ് തരുന്നത്? മധുരമായ ജലമാണ് തരുന്നത്. നമ്മളും അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിൻ്റെ ഇരട്ടി നമുക്ക് കിട്ടാൻ വേണ്ടിയല്ല, കിട്ടിയിരിക്കും, കൊടുക്കുന്നതായിരിക്കും കിട്ടിയിരിക്കുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ തന്നെ ഉദാഹരണം വിചാരിക്കുകയാണ്. സ്കൂളിൽ പോകുന്ന സമയത്ത് ഞങ്ങളുടെ അമ്മ നാഗരി ലിപി ഭാഗവതം വായിക്കുന്ന അമ്മയായിരുന്നു. ഞങ്ങളുടെ അമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയെ കണ്ട് എനിക്ക് ഓർമ്മയില്ല. ഒരു വയസ്സിന് മുമ്പേ അമ്മ മരിച്ചു. എൻ്റെ ഭർത്താവിൻ്റെ അമ്മയാണ് ഞങ്ങളുടെ അമ്മ എന്ന് പറയുന്നത്. അമ്മ ഭാഗവതം വായിക്കുന്നതാണ്. എവിടെ സപ്താഹമുണ്ടോ അമ്മയെ കൊണ്ടുപോയി ആക്കിയിട്ടേ ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോകാറുള്ളൂ. തിരിച്ചു വൈകുന്നേരം കൊണ്ട് ഇപ്പം ഞാൻ അത്ഭുതപ്പെടുകയാണ്. എവിടെയെങ്കിലും ഒരു സത്സംഗത്തിനോ പ്രഭാഷണത്തിനോ പോകണമെങ്കിൽ എൻ്റെ മകൻ നോ എന്നൊരു ശബ്ദമില്ല, കൊണ്ടുവന്നാക്കിയിരിക്കും എന്നുള്ളതാണ്. അപ്പം നമ്മളൊന്ന് ചെയ്തതിൻ്റേതായ ആ ഒരു നന്മയാണ് നമുക്കിന്ന് കിട്ടുന്നത്. ഒരു പൂ ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ പൂച്ചെണ്ടാണ് ആദ്യം തന്നിരുന്നത്. ഇന്നാണെങ്കിലോ പൂങ്കാവനവുമല്ല, ഒരു വസന്തം തന്നെ തരുന്നു. നമുക്ക് എത്താവുന്നതിൻ്റെ പരമാവധി ഈശ്വരാനുഗ്രഹം നമുക്കുണ്ടാകുന്നു. അപ്പം നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ കൊടുത്തിരിക്കണം. ചിരിച്ചാലേ തിരിച്ച് ചിരി കിട്ടുകയുള്ളൂ. കരയുന്ന ഒരാളെ നോക്കിയാലും ചിരിക്കാറില്ല. അപ്പം നമുക്ക് എന്തു വേണമോ അത് നമ്മൾ കൊടുത്തു വരിക. അങ്ങനെ ആകാശത്തെ കണ്ട് വിശാലതയും സൂര്യനെ കണ്ട് എല്ലാം ലോകത്തിന് കാഴ്ചവെക്കുന്ന ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും, ഭൂമിയും അതുതന്നെ. ഭൂമിക്ക് 5 ഗുണങ്ങളുണ്ട്. ശബ്ദമുണ്ട്, സ്പർശമുണ്ട്, രൂപമുണ്ട്, രസമുണ്ട്, ഗന്ധമുണ്ട്. സർവം സഹയാണ് ഭൂമി. അമ്മയാണ്, പെറ്റമ്മയെപ്പോലെ നമ്മെ വാത്സല്യപൂർവ്വം സമ്പൽ സമൃദ്ധി തന്ന് നോക്കുന്ന അമ്മയാണ് ആ ഭൂമി എന്ന് പറയുന്നത്. അങ്ങോട്ട് എന്ത് ചെയ്യുന്നു നോക്കുന്നില്ല. കുട്ടികളായിരിക്കുമ്പോൾ എത്രയാ അമ്മയ്ക്ക് ചവിട്ട് കിട്ടുന്നതല്ലേ, എത്രയാ ഉപദ്രവങ്ങൾ കിട്ടുന്നത്, അതെല്ലാം ആനന്ദമായിട്ട് അമ്മ അനുഭവിക്കും. വലുതായി കഴിഞ്ഞാൽ ഒരു വാക്ക് വേദനിക്കുന്നത്, മുറിപ്പിക്കുന്നത് വന്നു കഴിഞ്ഞാൽ ആ അമ്മയുടെ വേദന ശാപമായിട്ട് മാറും. അമ്മയുടെ വേദന ശാപം തുടരുകയില്ല. കാരണം അപ്പോൾ തന്നെ അമ്മ പ്രാർത്ഥിക്കും, എൻ്റെ കുട്ടിക്കൊന്നും വരുത്തരുതേ ഭഗവാനെ, ഞാൻ പെട്ടെന്ന് വികാരത്തിൽ പെട്ടത് പറഞ്ഞു പോയതുള്ളൂ. അച്ഛനതല്ല. അച്ഛനെ വേദനിപ്പിച്ചാൽ അത് സ്ഥിരം ശാപമായിട്ട് നിൽക്കും. അപ്പോൾ കുട്ടികൾക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അമ്മയാണ്. അമ്മ എത്രമാത്രം അച്ഛനെ സ്നേഹിക്കുന്നുവോ അതനുസരിച്ച് കുഞ്ഞുങ്ങൾക്ക് സ്നേഹം കൂടിയിരിക്കും. അപ്പം മാതാപിതാക്കളെ കണ്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. അപ്പം ആ രീതിയിൽ ആ ഭൂമിയുടെ എല്ലാ സഹനശക്തിയും
ത്യാഗവും സഹനവും ഭൂമിയെ കണ്ട് പഠിക്കാനായിട്ട് സാധിക്കുന്നു. പിന്നെ അഗ്നി ഇടയ്ക്ക് വരുന്നുണ്ട് അല്ലേ? സ്പർശം, വായുവിൻ്റെ സ്പർശം. വായു ഏതിൽ കൂടി സഞ്ചരിച്ചാലും ശരി ഒന്നിനെയും തന്നിലേക്ക് ഉൾക്കൊള്ളുന്നില്ല. അത് സംശുദ്ധമായി തൻ്റെ തനിമ നിലനിർത്തുന്നു. ഗുണദോഷ സമ്മിശ്രമായ ലോകത്തിൽ നാം പലതും കാണും, കേൾക്കും, സാഹചര്യത്തിൽപ്പെടും. പക്ഷേ അതൊന്നും നമ്മുടേതായ ആ പവിത്രതയെ, തനിമയെ ബാധിക്കാൻ പാടില്ല എന്ന് വായു നമുക്ക് കാണിച്ചു തരുന്നു. അഗ്നി, ഇവിടെ എല്ലാം അഗ്നിയുണ്ട്. ഏതെല്ലാം തരത്തിലാണ് ഊർജം നമുക്ക് അനുഭവപ്പെടുന്നത് അല്ലേ? കാറ്റായിട്ടുണ്ട്, വെളിച്ചമായിട്ടുണ്ട്, ശബ്ദമായിട്ടുണ്ട്. ഒരു നിമിഷം ശബ്ദമില്ലാണ്ടായപ്പോഴത്തേക്കും നമ്മളാകെ എന്ത് ചെയ്യും? തെറ്റിദ്ധരിച്ച് തുടങ്ങിക്കാണും. ആ ടീച്ചർ കയറിയിരുന്നില്ലേ, ശബ്ദമില്ലാണ്ടായി. അല്ല, നമ്മൾ ഓരോരുത്തരും അതിനകത്താണ്. കാരണം നാമജപം പോരാ, നമുക്ക് കുറച്ച് നാമം ജപിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ ഭഗവാൻ അവസരം തന്നാണിത്. ഒരാളുടെയും പ്രത്യേകിച്ചൊരു കുറ്റമല്ല. അപ്പം ആ രീതിയിൽ ഏതിനെയും നമ്മൾ അനുകൂലമായിട്ട് കാണുക എന്നതാണ്, കുറ്റപ്പെടുത്തുന്ന രീതിയിൽ കാണാതിരിക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ. സമയമായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഈ പഞ്ചഭൂതാത്മകമായ എല്ലാത്തിനെയും കണ്ട് നമ്മൾ ഉൾക്കൊണ്ട് ഒരു അവധൂതന് യോജിക്കുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് യോജിക്കുന്ന രീതിയിൽ അതിനെ അനുകൂലമാക്കിയെടുത്ത് വിവേചിച്ച് നാം വേണ്ട തരത്തിൽ നീങ്ങണമെന്നുള്ള ഒരു ശ്രദ്ധയും ഭക്തിയുമാണ് നമുക്കുണ്ടത്. മനസ്സിൻ്റെ സ്വഭാവം നമുക്ക് പിടിച്ചാൽ കിട്ടുകയില്ല. ഓലമേഞ്ഞ ഒരു വീട്, ഓലമേഞ്ഞൊരു വീട്ടിൽ ഓല കെട്ടി മേഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് കാലും എന്തോ ഒന്ന് കൊണ്ടുകഴിഞ്ഞപ്പോൾ ഈർക്കിലി കൊണ്ടതാണ്, പച്ച ഈർക്കിലിയല്ലേ കൊണ്ടതാണെന്ന് വിചാരിച്ച് ഇറങ്ങിപ്പോന്നു. ഒരു കുഴപ്പമുണ്ടായില്ല. പിന്നത്തെ വർഷം ആ ഓല മാറ്റി വേറെ ഓല മടഞ്ഞ് മേയുന്ന സമയത്ത് ഒരു പാമ്പ് ചത്തത് തൂങ്ങിക്കിടക്കുന്നു. അവിടെ പാമ്പിൻ്റെ പടം കിടക്കുന്നത് കണ്ടു. അയ്യോ, കഴിഞ്ഞ വർഷം എന്നെ കടിച്ചത് ഈ പാമ്പാണല്ലേ എന്ന് വിചാരിക്കുകയല്ല. ഭയമായി കഴിഞ്ഞു, രക്തചംക്രമണം കൂടിക്കഴിഞ്ഞു, ശ്വാസഗതി കൂടിക്കഴിഞ്ഞു, തലകറങ്ങി വീഴുമോ എന്നുള്ള അവസ്ഥ വരെയായി. അതാണ് മനസ്സെന്ന് പറയുന്നത്. അപ്പം ആ മനസ്സിനെ നമ്മൾ നിയന്ത്രിച്ച് നാമജപത്തിലൂടെ നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈശ്വരന്മുഖമായിട്ട് നീങ്ങാൻ സാധിക്കും. കിട്ടിയ മനുഷ്യജന്മം പാഴാക്കാതെ ഈശ്വരന്മുഖമായി അവസാനം അന്തേ നാരായണ സ്മൃതി വരണമെങ്കിൽ നേരത്തെ തന്നെ നമ്മളത് നോക്കിയിരിക്കണം എന്നുള്ളതാണ്. നാരായണ എന്നു സദാ ജപിച്ചാൽ പാപം കെടും, പശികടും, വിഷമങ്ങൾ തീരും, നാവിഞ്ഞുണർച്ച വരും ഏറ്റവും അന്ത്യകാലേ, നാരായണൻ്റെ തിരുമേനി തെളിഞ്ഞു കാണാം. ആ രീതിയിൽ നമ്മുടെ കിട്ടിയ മനുഷ്യജന്മത്തെ സഫലമാക്കി ജീവിക്കാൻ 24 ഗുരുക്കന്മാരെ എടുത്തു പറഞ്ഞില്ല. 8 സൂര്യചന്ദ്രന്മാർ. സൂര്യൻ്റെ പ്രകാശം, ചന്ദ്രൻ മനസ്സിൻ്റെ പ്രതീകമാണ്. ആ സൂര്യകിരണങ്ങളെ ശീതളമാക്കി, ഇരുട്ടിൽ വെളിച്ചമാക്കി, നിലാവാക്കി മനസ്സിന് കുളിർന്നു വരുന്നു. അവിടെ അക്കീത്തത്തിൻ്റെ വരികൾ ഏറ്റവും ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ ചെലവാക്കവേ, ഉദിക്കയാണ് എന്നാത്മാവിൽ നിത്യനിർമ്മല പൗർണമി. അത്രയും സ്വതന്ത്രമായ രീതിയിൽ നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് നീങ്ങി നമ്മുടെ ജന്മത്തെ സഫലമാക്കട്ടെ. കിട്ടിയ മനുഷ്യജന്മം സഹായിക്കാൻ മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, മഹാദേവനെ സ്തുതിച്ചുകൊണ്ടും നമ്മുടെ ഓരോ വാക്കുകളും വേണ്ടവർക്ക് എൻ്റെ കൂടെ ഏറ്റു പറയാവുന്ന എൻ ശബ്ദം തവ മന്ത്രം, എൻ്റെ കരകർമ്മൗഘം ത്വദീയാർച്ചനം, സഞ്ചാരങ്ങൾ പ്രദക്ഷിണങ്ങൾ, ആശനം ഹോമം, ശ്രുതം കീർത്തനം, ശയ്യാവേശനമോ നമസ്കൃതിയും അങ്ങെല്ലാം സമർപ്പിക്കുമെൻ സർവാംഗക്രിയ പൂജയായി കരുതണേ. ശ്രീനിധി ശ്രീനിവാസ സ്ഥിത്വസ്ഥാനേ സരോജേ പ്രണവമയമരുക്കുണ്ടലേ സൂക്ഷ്മമാർഗേ ശാന്തേ സ്വാന്തേ പ്രലീനേ പ്രകടിതഗഗനേ ദിവ്യരൂപേ ശിവാക്യേ ലിംഗഗ്രേ ബ്രഹ്മവാക്യേ സകലഗതനൗ ശങ്കരം ന സ്മരാമി ക്ഷന്തവ്യോ മേ പരാധ ശിവ 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 ഭോ ശ്രീ മഹാദേവ ശംഭോ.
ആകസ്മികമാണ് അത്. കറണ്ട് പോയി ബൈക്കില്ലാത്തത്. അതാരുടെയും കുറ്റമല്ല, എൻ്റെയും കുറ്റമല്ല. അഥവാ ആണെങ്കിൽ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ക്ഷമാപൂർവം നമസ്കരിച്ചുകൊണ്ട് 24 ഗുരുക്കന്മാരിൽ 8 ഗുരുക്കന്മാരെ കബോധം പറയാൻ മറന്നുപോയി. കബോധത്തെ കണ്ടത് മനസ്സിലാക്കാനുണ്ട്. പ്രാണൻ വെടിയാനുള്ള അവകാശം മനുഷ്യർക്കില്ല. കബോധം കുടുംബസ്നേഹം കൊണ്ട് അച്ഛൻ പ്രാവും അമ്മ പ്രാവും തീറ്റ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾ വലയിൽ വീണ് കണ്ട് അമ്മ പ്രാവ് വേദനിച്ചതിൻ്റെ കൂടെ വീണു. അച്ഛനും വിചാരിച്ചു എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളില്ലെങ്കിൽ ഞാൻ ജീവിക്കേണ്ട, വലയിൽപ്പെട്ട് പ്രാണത്യാഗം ചെയ്തു. എന്നാൽ മനുഷ്യനത് പാടില്ല. അപ്പോൾ പ്രകൃതിയിൽ കാണുന്നതിനെ നമുക്കാകാമോ ഇല്ലയോ എന്നുകൂടി ചിന്തിച്ച് വേണം നമ്മൾ സ്വീകരിക്കാനായിട്ട്. ഇതൊരു ബ്രഹ്മചാരിക്ക് ചേർന്നതാണോ, ഗൃഹസ്ഥന് ചേർന്നതാണോ, യോഗീശ്വരന് ചേർന്നതാണോ, അതിനെ വിവേചിച്ചറിഞ്ഞ് സ്വീകരിച്ച് ജന്മം സഫലമാക്കാൻ മഹാദേവനും ഉണ്ണികൃഷ്ണനും നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം.